ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഇണയില്ലാ പിണ കൂടുന്നതിനെക്കുറിച്ച്. അത് ആക്ച്വലി വിവാഹത്തെ സംബന്ധിച്ചായിട്ട് ആളുകൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാറുണ്ട്. പല സ്കോളേഴ്സും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അതല്ല. ദൈവമക്കളുടെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർകോഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നുമല്ല. അത് ആ ബന്ധമെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥ ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കാതെ നിങ്ങൾ വിഗ്രഹങ്ങളെ ആശ്രയിക്കുന്നത്, ജീവനില്ലാത്ത ദൈവങ്ങളെ ആശ്രയിക്കുന്നത്, ദാറ്റ് ഈസ് സോ ഡേഞ്ചറസ് ആണ്. ഇവിടെ എല്ലാം ദൈവം മെൻഷൻ ചെയ്യുന്ന അതാണ്. ഇവർ പുതിയ ഒരു ഈ ദാനിയേൽ പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന ആ ഭാഗങ്ങൾ തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഗ്രഹത്തെ വയ്ക്കുന്നതും വിഗ്രഹത്തെ ആരാധിക്കുന്നതും നമ്മൾ നിർബന്ധിക്കപ്പെടുന്നതും എല്ലാം ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൽ ബുദ്ധിമാന്മാരെക്കുറിച്ച് അവിടെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരാണ് ബുദ്ധിമാന്മാരായിട്ടുള്ളവർ. ദൈവത്തെ തിരിച്ചറിഞ്ഞവരാണ്, യഥാർത്ഥ ദൈവത്തെ അംഗീകരിക്കുന്നവരാണ്, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഇത് പലരും ഇൻ്റർകോഴ്സ് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ സെക്ഷൽ റിലേഷനെക്കുറിച്ചും മാരേജിനെക്കുറിച്ചും ഒക്കെ ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കാരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവവും മനുഷ്യന് ഒരുമിച്ച് പാർക്കാൻ വേണ്ടിയിട്ടാണ്, ഒരുമിച്ച് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വിഘാതം സൃഷ്ടിച്ചത് സാത്താനാണ്. സാത്താൻ മനുഷ്യനെ തെറ്റിച്ച് കളയുകയാണ് ചെയ്തത്. സോ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മുമ്പാകെ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തെറ്റായ ഡയറക്ഷനിൽ നമ്മൾ നയിക്കപ്പെടും. അതുപോലെ തന്നെ പാപങ്ങളെക്കുറിച്ച് നാം പഠിക്കേണ്ടത് വളരെ വലിയ ആവശ്യമാണ്. പാപങ്ങൾ എന്താണ്? പാപമെന്ന് പറയുന്നത് എല്ലാം കർത്താവായ യേശുക്രിസ്തു അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ളത് പാപപ്രവർത്തികളാണ്. പാപം നിലനിൽക്കുന്ന ആളുകളിൽ വരുന്ന പ്രവൃത്തികൾ. അപ്പോൾ ഈ പാപമെന്നൊന്ന് ഇന്നില്ല. അത് ദൈവം അവസാനിപ്പിച്ചു കഴിഞ്ഞു, കർത്താവ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. കർത്താവ് അതിൻ്റെ പരിഹാരം വരുത്തി കഴിഞ്ഞു. നാം കർത്താവിനെ കണ്ടെത്തിയാൽ മാത്രം മതി, അവനിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ഒരു പൈസയും കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്, കർത്താവിൻ്റെ ഇഷ്ടത്തിൽ ലഭിക്കുന്നതാണ്. അവൻ്റെ സന്തോഷമാണ്, അവൻ്റെ കഷ്ടതയുടെ, അവൻ്റെ പ്രയാസത്തിൻ്റെ, അവൻ്റെ വേദനയുടെ ഫലമാണ് അവൻ നമുക്ക് തന്നത്. അതുകൊണ്ടാണ്